സൂറത്തുൽ മാഇദയിലെ 82-ാമത്തെ ആയത്ത്. വല തജിദന്ന അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനു അല്ലദീന ഖാലൂ ഇന്നാ നസ്വാറ. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരാണ് വിശ്വാസികളോട് ഏറ്റവും സൗഹാർദ്ദത്തിലുള്ളത് എന്ന് നിനക്ക് കാണാം. ذلك بأنهم منهم قسيسين ورهبانا وأنهم لا يستكبرون. അവരിൽ മതപണ്ഡിതന്മാരും സന്യാസികളുമുണ്ട്. അവർ അഹംഭാവം നടിക്കുന്നില്ല. വഅന്നഹും ലാ യസ്തക്ബിറൂൻ. അവർ അഹംഭാവം നടിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. അവർ വിനയമുള്ളവരാണ്. ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ ഹദീദിലെ 27-ാമത്തെ ആയത്ത് കൂടി മാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന ഇത്തബഊഹു റഅഫതൻ വറഹ്മതൻ. ഈസാ നബി അലൈഹിസ്സലാമിനെ പിൻപറ്റിയവരുടെ ഹൃദയങ്ങളിൽ നാം കൃപയും കരുണയും ഉണ്ടാക്കി വെച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബ ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പായിരുന്നു വിഷയം. ഉയർത്തെഴുന്നേൽപ്പ് എന്ന കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ അള്ളാഹുവിന്റെ കഴിവിനെയും ശക്തിവിശേഷത്തെയും അംഗീകരിച്ചുകൊണ്ട് മനുഷ്യനെ ദിവ്യത്വം ആരോപിക്കുന്ന പൗരോഹിത്യ നിലപാടുകളെ വിശുദ്ധ ഖുർആൻ നിഷേധിക്കുകയാണ് ഖുർആൻ ചെയ്തത്. ഇത് ഇസ്ലാമിന്റെ ആദർശ നിലപാടാണ്. അഖീദ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് തൗഹീദ്. ഇതേ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ, ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിന്റെ തൗഹീദ് ഊട്ടിയുറപ്പിക്കുമ്പോൾ തന്നെ മാനുഷികമായ നിലപാടുകൾ കൂടി വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായിട്ട് വിശദീകരിച്ചത് കാണാൻ കഴിയും. ഇവിടെ എഴുതി വെച്ച 2 ആയത്തുകളും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ആദർശ നിലപാട് പറയുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ മാനുഷികമായ നിലപാട് കൂടി പ്രഖ്യാപിക്കും. കാരണം ഈ ലോകത്ത് ഇസ്ലാം നിലകൊള്ളുന്നത് എല്ലാവരും മുസ്ലിമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടല്ലോ. ഒരു ബഹുസ്വര സമൂഹത്തെയാണ് ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നത്, ഖുർആൻ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആദർശ നിലപാട് നിലനിർത്തുമ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകേണ്ടത്. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഇന്നിപ്പോ ഈ ഒരു വിഷയം ഇവിടെ തെരഞ്ഞെടുക്കാനായിട്ട് കാരണം. ലോക ക്രൈസ്തവ സഭയുടെ പരമോന്നത രക്ഷാധികാരി പോപ്പ് മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണം ഒരു വലിയ ജീവിത സന്ദേശം നൽകുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം വിട പറയുന്നത്. നാളെ ശനിയാഴ്ചയാണ് അതിന്റെ ഫ്യൂണറലൊക്കെ നടക്കുന്നത്. അദ്ദേഹം വിട പറയുന്നത്, അദ്ദേഹം ഞായറാഴ്ച ഈസ്റ്ററാണ്, തിങ്കളാഴ്ചയാണ്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ വരുന്ന പത്രങ്ങളിൽ ഞായറാഴ്ച നടത്തിയ ഈസ്റ്ററിലെ അനുഗ്രഹ പ്രഭാഷണത്തിൽ വലിയൊരു സന്ദേശം നമുക്ക് പകർന്നു തരികയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ പാലസ്തീനിലെ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ഇസ്രായേലിന്റെ നരനായാട്ട് അവസാനിപ്പിക്കണം, യുദ്ധം നിർത്തണം, ഇവിടെയുള്ള പട്ടിണി പാവങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ട് വരണം, കഷ്ടപ്പെടുന്നവർക്കും പീഡിതർക്കും ഒപ്പമാണ് ഞാൻ. ഇങ്ങനെ കുറെ വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. എന്നല്ല, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഒരു വിഷയം നമ്മുടെ
ചിന്തയിലേക്ക് ഒരു പഠനം ഇട്ടു തരികയാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ മരണപ്പെടാറുണ്ട്, അവരുടെയൊക്കെ അനുസ്മരണങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇത്ര ജീവിത ആത്മാവ് ഉൾക്കൊണ്ട ഒരു മരണം, ഒരു അനുസ്മരണം വേറെ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇതിന് കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ സ്വഭാവ വൈശിഷ്ട്യമാണ് ഇതിന് കാരണം. എല്ലാ മതസമൂഹങ്ങളെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച ഒരു മാർപ്പാപ്പ ആരും അങ്ങനെ കടന്നു വരാൻ തയ്യാറില്ല. ഈ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു മുസ്ലിം രാജ്യങ്ങളിൽ വരുന്നു, അവിടുത്തെ പണ്ഡിതന്മാരെയും അവിടുത്തെ ഭരണാധികാരികളുമായൊക്കെ സംവദിക്കുന്നു. നമ്മുടെ തന്നെ കേരളത്തിലെ തന്നെ പലരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമുണ്ടല്ലോ, സൂറത്തുൽ മാഇദയിൽ വല തജിദന്ന അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനു. നമ്മൾ വിശ്വാസികളുമായി വളരെ അടുപ്പമുള്ളവരായി നിങ്ങൾക്ക് ആരെ കാണാം? ഈ സന്യാസിമാരെയും പുരോഹിതന്മാരെയും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതിനൊരു നേർ ചിത്രമായിരുന്നു നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹം ജനങ്ങൾക്കൊപ്പമായിരുന്നതാണ്. വലിയ പൗരോഹിത്യ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ താഴെ തട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രത്യേകിച്ച് സഞ്ചാരങ്ങൾ ഗതാഗതം പോലും ജനങ്ങളുമായി ഒത്തൊരുമിച്ചുകൊണ്ട് പൊതു ഗതാഗത ട്രാഫിക് സംവിധാനം ഉപയോഗപ്പെടുത്തിയെന്നാണ്. ഇവിടുത്തെ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവർ പ്രത്യേകിച്ച് റോഹിംഗ്യൻ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടാനുള്ള ഒരു മാനുഷികമായ പരിഗണന, ഒരു മതം വേർതിരിച്ച് നിർത്തുന്ന ഒരു അസഹിഷ്ണുതയുണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കി, പലപ്പോഴും നമുക്ക് നമ്മളല്ലാത്ത ഒരു മതസമൂഹത്തെ കാണുമ്പോൾ ഒരു സ്നേഹവും ഒരു ഗുഡ് മോർണിംഗ് ഒരു ഔവാരിയൊക്കെ പറയുന്നതിനപ്പുറം ഉള്ളിൽ നമ്മളെല്ലാവരും, ഇതൊരു മനുഷ്യ സഹജമാണ്, കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതല്ല, ഒരു അകൽച്ചയും ഒരു വെറുപ്പും നമ്മൾ നിലനിർത്തുന്നത്. ഇത് മുസ്ലിങ്ങൾ ക്രൈസ്തവരോടുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളോടുണ്ട്, ഹൈന്ദവരും ക്രൈസ്തവരും നമ്മളോടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന പൊതുവായ പല വിഷയങ്ങളിലും ഒരു കുഴപ്പക്കാരികളായി മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്തുന്ന ഒരു പൊതുബോധം ഇവിടെയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ നമ്മിലെ അകലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം എടുത്ത പല നിലപാടുകൾ, വിശേഷ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെയൊക്കെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കരുണയുടെയും സ്നേഹത്തിന്റെയും ഒരു തലോടൽ, ഒരു ആശ്വാസം, ഒരു നിലപാടുകൾ ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ തങ്ങളുണ്ടല്ലോ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കുന്നുണ്ടല്ലോ. ആ സ്നേഹം തൊട്ടറിഞ്ഞതിന്റെ ചൂട് മാറിയിട്ടില്ല എന്ന്. ഇത് വലിയൊരു അനുഭവമാണ്. ഒരു മനുഷ്യനുണ്ടാകുന്ന പരസ്പര കാഫിറത്ത് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ മുശ്രിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ, മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, അവർ തീവ്രവാദികളോ കുഴപ്പക്കാരാണോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ഇതിനേക്കാളൊക്കെ അപ്പുറം യാഥാർത്ഥ്യമുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ വർത്തമാനം. വല തജിദന്ന അഖറബഹും ലില്ലദീന ആമനൂ, നിങ്ങളിൽ വിശ്വാസികളോട് അടുപ്പം കാണിക്കുന്ന പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ലോകത്ത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത്. ആ ഒരു അനുകമ്പ, വിനയം, മാനവികത, സമാധാനബോധം, ജനസേവന തൽപരത, ഇതിന്റെയൊക്കെ ഒരു ആൾരൂപമായിട്ട് അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പല പോസ്റ്ററുകൾ നിങ്ങൾ എടുത്തു നോക്കി. അദ്ദേഹത്തിനെതിരായിരുന്നു കാസ പോലെയുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകൾ അദ്ദേഹത്തെ പരിഹസിച്ചു, നിന്ദിച്ചുമാണ് പോസ്റ്റർ ഇറക്കിയിരുന്നത്. പാപ്പയുടെ മരണത്തിൽ ലോകം ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കാസ പോലെയുള്ള സംഘടനകൾ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇസ്ലാമിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഏത്
വിശ്വാസത്തിന്റെ അടിസ്ഥാന ആദർശം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരു ഇലാഹില്ല എന്ന ഒരു കോംപ്രമൈസ് ഇല്ലാത്ത വർത്തമാനം. നമുക്കറിയാം അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു എന്ന് പറയുന്ന ആ മഹാ അസ്തിത്വത്തെ പങ്കുചേർക്കുന്ന, അല്ലാഹുവിന് പുത്രന്മാരുണ്ടെന്നോ അല്ലാഹു ജനിച്ചതാണെന്നോ സന്താന പരമ്പരകളൊക്കെ ഉണ്ട് എന്ന ബഹുദൈവ വിശ്വാസ സങ്കല്പത്തെ പാടെ നിരാകരിക്കുമ്പോൾ പോലും ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഏകദൈവ വിശ്വാസത്തോട് നിങ്ങൾ സമീപിക്കുകയില്ല, അടുക്കുകയില്ല. നിങ്ങളുടെ ബഹുദൈവ വിശ്വാസ സങ്കല്പത്തോട് ഞങ്ങൾ രാജിയാകുന്ന പ്രശ്നമില്ല. ആദർശ വിഷയത്തിൽ അടിസ്ഥാനപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ പൊതു നന്മ ലക്ഷ്യമാക്കി വിശുദ്ധ ഖുർആൻ അഭിമുഖീകരിക്കുന്നത് മനുഷ്യനെ ആയതുകൊണ്ട് അവരിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനും മറ്റുള്ള മതസമൂഹങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുവാനുള്ള ഒരു പാലം ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ മാനവികവും മാനുഷികവുമായ ഒരു വിശാല കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആൻ എടുത്ത് വിശുദ്ധ ഖുർആനിൽ ഇപ്പൊ തന്നെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. മുസ്ലിം സമുദായം ഇവിടെയുള്ള സ്വത്തുവകകളൊക്കെ ഒന്നിച്ച് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ ഇരിക്കുന്നത് കൊണ്ട് വഖഫ് പോലെയുള്ള സാമ്പത്തിക ചൂഷണ മാർഗങ്ങളെ തടയിടാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിലകൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ നിലപാടുകൾ അവരോടൊപ്പമായിരുന്നു. വഖഫ് ഭേദഗതി വന്നപ്പോഴോ മുനമ്പം വിഷയത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ? മുസ്ലിം സമൂഹത്തിനെതിരെ വഖഫിനെതിരെ വല്ലാതെ ഐക്യപ്പെട്ട ഒരു ക്രൈസ്തവ അജണ്ട, ഒരു ലോബി തന്നെ രൂപപ്പെട്ടു വന്നിടത്ത് ഭേദഗതി ബില്ല് പാസ്സായപ്പോഴാണ് അവർക്ക് പറ്റിയ അബദ്ധം. അവർ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. രാഷ്ട്രീയപരമായ താല്പര്യത്തിന് വേണ്ടി മതപരമായ സ്പർദ്ധ വളർത്തിക്കൊണ്ട് പരസ്പരം ഒന്നായി നിൽക്കേണ്ടുന്ന രണ്ട് ക്രൈസ്തവ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുകയായിരുന്നു. വൈകിയാണെങ്കിലും ക്രൈസ്തവ സമുദായത്തിന് മനസ്സിലാവുകയും അവരുടെ പ്രസ്താവനകൾ തിരുത്തുകയും അബദ്ധം തിരിച്ചറിയുകയും ചെയ്തു. നിങ്ങൾ പത്രത്തിൽ വായിച്ചിരുന്നല്ലോ, പല മെത്രാന്മാരുടെയും ഒക്കെ പ്രസ്താവനകൾ അബദ്ധം പറ്റിയെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പരസ്പരം ഒരു അകൽച്ച. ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും നീതിക്കും ഐശ്വര്യത്തിനും വേണ്ടി നമ്മുടെ വ്യക്തി, കുടുംബം, സമൂഹം, അതുപോലുള്ള ഒരു ലോകക്രമത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ മതസമൂഹങ്ങളും അവരുടെ വ്യക്തി ആരാധന, വിശ്വാസ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവായ നന്മക്ക് എന്തുകൊണ്ട് ഒന്നിക്കുവാൻ കഴിയുന്നില്ല എന്നത് ഈ സമൂഹത്തോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളിലൂടെയാണ് സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മൾ അവരിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന്, നമ്മൾ വേറിട്ട ഒരു വിഭാഗമാണ് എന്ന് നമ്മുടെ തോന്നൽ അവരെ നമ്മിൽ നിന്ന് കൂടുതൽ അകറ്റാൻ കാരണമായിട്ടുണ്ട് എന്നത് നമ്മൾ ഇനിയും തിരിച്ചറിയാൻ വൈകിക്കൂടാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പല അക്രമ പരമ്പരകളിൽ ഒരു ഭീകരവാദത്തിന്റെ തന്നെ ഒരു മതമേത, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമേത ഇസ്ലാമും മുസ്ലിമുമാണ്. ഇതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നടന്ന വെടിവെപ്പ്, അതിന്റെ രാഷ്ട്രീയം ഞാൻ മാറ്റിവെക്കുകയാണ്. അതിന്റെ ചിത്രങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജാവ്, ജനവികാരം രാജാവിന് എതിരാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുക എന്നത് ഒരു തന്ത്രമാണ് എന്ന് കോടി വിജയൻ അനുസ്മരിച്ചു.
പ്രത്യേകിച്ച് ബീഹാർ പോലെ തെരഞ്ഞെടുപ്പ് നൽകുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു വോട്ട് ബാങ്കിങ്ങിന് ജനങ്ങൾ കൊല്ലപ്പെട്ടാലും വേണ്ടില്ല എന്നൊരു രാഷ്ട്രീയത്തിന്റെ ഒഴി അജണ്ട അവിടെ നീക്കട്ടെ. ആരായിരിക്കും കാശ്മീർ? എന്താണ് ഇവിടെ കൊച്ചു മക്കൾ, നമ്മുടെ മക്കൾ ആരായിരിക്കും കാശ്മീരിൽ അക്രമം നടത്തിയത്? നമ്മുടെ തന്നെ മനസ്സിലേക്ക് വരുന്ന ചിന്ത അവിടെയുള്ള തീവ്രവാദി മുസ്ലിങ്ങളാണ് എന്നാണ്. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ സമുദായത്തിൽ തന്നെ അതിർത്തികളിൽ ഉണ്ടാകുന്ന ഭീകര ആക്രമണങ്ങളിൽ ഒന്നല്ലെങ്കിൽ പാകിസ്ഥാന്റെയൊക്കെ പങ്കുചേർന്നുകൊണ്ട് മുസ്ലിം കടന്നാക്രമണങ്ങളാണ് എന്ന ഒരു പൊതുബോധം മുസ്ലിം സമുദായത്തിൽ പോലും വേരി ഉറച്ചു നിൽക്കുകയും അടിയുറച്ചു. അപ്പൊ അതിന്റെ സ്ഥിതിഗതികളൊക്കെ എത്രയാണ്? ആരൊക്കെയാണ് അതിന്റെ IT സെല്ലിന്റെ ഇതിൽ നിന്നൊക്കെ പലരെയും പിടിക്കപ്പെട്ടപ്പോ ഇവിടുത്തെ സംഘപരിവാറുമായി ബന്ധമുള്ള പല IT സെല്ലിന്റെയും വക്താക്കളാണ് എന്നൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തുമാകട്ടെ, അവിടെ വലിയൊരു അക്രമം, നടക്കാൻ പാടില്ലാത്ത വലിയൊരു ഭീകര ആക്രമണം നടന്നു. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ വെച്ച് കെട്ടാനുള്ള ശ്രമവും നടന്നു. പക്ഷെ അവിടെ ആക്രമിക്കപ്പെട്ടവരുടെ രക്ഷക്കായിട്ട് ഓടിയെത്തിയത് ആരായിരുന്നു? ആദിൽ സ്വന്തം ജീവൻ നോക്കാതെ കുതിര യാത്രികനായ കുതിര മറ്റേ ആളുകളെ സഞ്ചരിപ്പിക്കുന്ന കുതിരക്കാരനായ സയ്യിദ് ആദിൽ അവിടുത്തെ തീവ്രവാദികളിൽ നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരായ ആളുകളെ രക്ഷിക്കുന്നതിനിടയിൽ സ്വയം വെടിയേറ്റ് മരിച്ചു. പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളിൽ അഭിമുഖം നൽകുന്നത് ആരാണ്? അമുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളല്ല. ഏതോ ഒരാൾ മരിച്ചില്ലേ എറണാകുളത്ത്, അവരുടെ രാജന്റെ പേര് ഞാൻ പറഞ്ഞു. അവരുടെ മകള് പറയുന്നുണ്ട്, ഒരു ആരതി, കാശ്മീരിൽ എനിക്ക് 2 മുസ്ലിം സഹോദരന്മാരെ ലഭിച്ചു. തീവ്രവാദികളാൽ എന്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അതിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി എനിക്ക് താങ്ങും തണലുമായി എന്നോടൊപ്പം നിന്ന് 2 മുസ്ലിങ്ങൾ ഇനി മുതൽ കാശ്മീരിലെ എന്റെ സഹോദരനാണ്. ഇസ്ലാം ഇങ്ങനെ അടയാളപ്പെടുത്തണം. തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നിച്ച് നമ്മെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു നന്മ ചിരിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെയുണ്ട്. അവിടെ മുസ്ലിം സമൂഹം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും എന്താണ് നമ്മുടെ തലവാൻ, ഇസ്ലാമിന്റെ തലവാചകം തന്നെ അസ്സലാമു അലൈക്കും. ലോകത്തുള്ള ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യന് സമാധാനം ഉണ്ടാകട്ടെ എന്ന ആശംസയല്ലേ? ഈ സമാധാനത്തിന്റെ ആശംസാ വാചകങ്ങൾ തുടക്കം കുറിക്കുന്ന നമുക്ക് തീവ്രവാദികളും ഭീകരവാദികളും ഇവിടുത്തെ കുഴപ്പകാരികളുമാകാൻ സാധിക്കില്ല എന്ന് കാശ്മീർ സ്ഫോടനം തെളിയിച്ചിരിക്കുന്നു. അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നുചേർന്നുകൊണ്ട് നമ്മൾ ഒന്നാണ്, ഇവിടത്തെ കുഴപ്പകാരികളെ കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറങ്ങി. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വന്നതാണ്. പരസ്പരം അകൽച്ചയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ഒരു മാനിയെ സൃഷ്ടിക്കുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുകയാണ്. അല്ലയോ വേദ സമൂഹങ്ങളെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, നമുക്കും നിങ്ങൾക്കും യോജിക്കാവുന്ന ഒന്നിലേക്ക് നിങ്ങൾ വരൂ. അവിടെ പോലും നമ്മുടെ ആദർശം അടിയറവ് വെച്ചിട്ടില്ല. തുടർന്ന് പറയുകയാണ്, അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ, ഏകനായ അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കുകയില്ല. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, വലാ നുശ്രികു ബിഹി ശൈഅ, ഒന്നിനോടും പങ്കുചേർക്കുകയില്ല എന്നൊക്കെ നമ്മുടെ ഇസ്ലാമിയത്തിനെ, വിളംബര അഖീദയെ, വിശ്വാസത്തെ, ഈമാനിനെ, തൗഹീദിനെ വിളംബരം ചെയ്തുകൊണ്ട് തന്നെ ഒന്നിച്ചിരിക്കാവുന്ന പൊതു നന്മകളിലേക്ക്
സ്നേഹത്തിലേക്ക്, കാരുണ്യത്തിലേക്ക്, ജനസേവനത്തിലേക്ക് ഖുർആൻ വഴി തുറന്നിടുകയാണ്. എന്തേ നമ്മളത് തിരിച്ചറിയപ്പെടാതെ പോയത്? സമൂഹം മൊത്തത്തിൽ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ അതിന്റെ വക്താക്കളായി മാറുമാണ്. ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് പ്രചരണത്തിന് കൊഴുപ്പ് കൂട്ടുമാറും. എന്തേ നമ്മൾ നമ്മുടെ ധർമ്മം മറന്നുപോയി? അടുത്ത വർത്തമാനം, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും. നിങ്ങൾ ഇവിടുത്തെ വേദസമൂഹങ്ങളെന്നല്ലോ ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ സമൂഹത്തെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്, ജൂത സമുദായത്തെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്. വേദങ്ങൾ ഇറക്കപ്പെട്ട മുഴുവൻ മതസമൂഹങ്ങളെയും മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കുക. ഇല്ലല്ലദീന ളലമൂ മിൻഹും, നിങ്ങളോട് അതിക്രമം ചെയ്തവരോട് ഒഴികെ. അവർ വേറൊരു വിഭാഗം, ളലമൂ മിൻഹും, അടിസ്ഥാനപരമായ ദൈവികപരമായ ഏകതയിൽ നിന്നുകൊണ്ട് ഇവിടത്തെ മാനുഷികമായ മുഴുവൻ വിഷയങ്ങളിലും ഇടപെടാൻ സഹകരിക്കാൻ നമ്മളൊക്കെ ഒരു പ്രവാചക പരമ്പരയുടെ ആളുകളാണല്ലോ. ഇപ്പോ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണല്ലോ. ഞാൻ പലപ്പോഴും യാത്രകളിലുമൊക്കെ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ ഒത്തുവെക്കോ അതല്ലെങ്കിൽ മറ്റു പ്രസംഗ ആവശ്യങ്ങൾക്കോ ആവശ്യമായ റെഫറൻസുകൾ നടത്താറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ ക്രൈസ്തവ സഹോദരനായ അഫ്രേം വർഗീസ് എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരനെയാണ് വിളിക്കുക. നെറ്റിൽ നോക്കിയിട്ട് സൈറ്റിൽ കയറിയിട്ട് ആയതിന്റെ നമ്പറൊക്കെ പറയും. സ്വാഭാവികമായും അറബി അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടല്ലോ, സംവിധാനങ്ങളുണ്ടല്ലോ, മലയാളത്തിലും കിട്ടും. ഇന്ന ഭാഗത്ത് കയറി എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളും ടെക്സ്റ്റ് ബുക്കുകളിലും ഒക്കെ എടുത്ത് റെഫറൻസ് പറയുമ്പോൾ ട്രെയിനിലും വാഹനത്തിലും ഒക്കെ ഞാൻ എഴുതി ആ വിഷയങ്ങൾ കോട്ട് ചെയ്യാൻ മാത്രമുള്ള ബന്ധം അകൽച്ചയുടെ പേരിൽ മാറ്റി നിർത്തിക്കൂടായിരുന്നോ എനിക്ക്? നിങ്ങൾ ഓർത്തു നോക്കൂ. എന്നല്ല അപ്പോ അതിൽ ഈ നമ്മുടെ ഈ സുഹൃത്ത് പലപ്പോഴും ഇങ്ങനെ റെഫറൊക്കെ ചെയ്യുമ്പോൾ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ അതിന്റെ പ്രഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ എടുത്ത് കേൾക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ മുഹമ്മദ് നബി മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി എന്ന് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവരുടെ പ്രവാചകനായ മോസാ പ്രവാചകനെ കുറിച്ചും അബ്രഹാം പ്രവാചകനെ കുറിച്ചും യോനാ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാമി ഇവരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അലൈഹിസ്സലാം പറയുമാറ് എന്ത് ബന്ധമാണ്? ഞങ്ങളുടെ പ്രവാചകന്മാരോട് നിങ്ങളുടെ എന്തൊരു ബന്ധമാണ്, എന്തൊരു ബഹുമാനമാണ്. അവർക്ക് സലാം ചെല്ലുന്ന, സമാധാനം ആശംസിക്കുന്ന ഒരു മതസങ്കല്പം. ഇത് പരസ്പരം നമുക്ക് എപ്പോഴും പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടത്. പോപ്പിനത് സാധ്യമായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിന് അതിൻ്റെതായ ഒരു കാരണം കൂടി ഉണ്ട്. നമ്മളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പശ്ചാത്തലം നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും കാണും. മരണപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ആളല്ല, മനസ്സിലാക്കണോട്ടോ. അദ്ദേഹം അർജന്റീനക്കാരനാണ്. ഈ യൂറോപ്യൻ കൾച്ചർ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? വെള്ളക്കാർ, വംശീയത, നിറങ്ങൾ, ഒരു ഗോത്രമഹിമ. ഇത് അവരിൽ മാത്രമല്ല നമ്മളിലില്ലേ. ഇപ്പോ പരിവർത്തിത ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങളാണല്ലോ നമ്മളൊക്കെ എവിടുന്നൊക്കെയാണ്, ആരുടെയൊക്കെയോ ഏതൊക്കെയോ തലമുറകളിലെ ഇവിടത്തെ ജാതി വർഗ വർണ്ണ വ്യവസ്ഥ നിൽക്കുന്ന ബ്രാഹ്മണന്മാർ മുതൽ ഇങ്ങേ താഴെ തട്ടിലെ താഴ്ന്ന ഏതൊക്കെയോ ജാതി മതങ്ങളിൽ നിന്ന് മാറി വന്നവരല്ലേ നമ്മൾ. പക്ഷേ ഈ ഒരു ജാതീയ വംശീയ ബോധം നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നു. ഇത് പലപ്പോഴും നമ്മൾ ഇസ്ലാമായിട്ട് പോലും
നമ്മളിൽ പോലും ഇത് നിലനിൽക്കുന്നു എന്നതാണ്. അപ്പൊ പോപ്പ് പറഞ്ഞു വരുന്നത്, പോപ്പ് ഒരു യൂറോപ്യൻ വംശീയമായ ഒരു ജനുസല്ലാത്തത് കൊണ്ട് ഒരു മാനവികതയെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഒരു മാനവികതയുടെ പ്രതീകമായി പോപ്പിന് മാറാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യമാണ്. നിങ്ങൾ നേരെ മറിച്ച് ട്രംപിനെ എടുത്തു നോക്കി, അദ്ദേഹം വംശവെറിയനാണ്. ട്രംപിന്റെ പല നിലപാടുകളെയും പോപ്പ് എതിർക്കാറും വിമർശിക്കാറുമുണ്ട്. അപ്പൊ നമ്മുടെ തന്നെ ഒരു കാഴ്ചപ്പാട് നോക്കി, ഓണം ആഘോഷത്തെ അതല്ലെങ്കിൽ ക്രൈസ്തവ ആഘോഷത്തെ ആശംസകൾ നേരുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലർക്കും വിയോജിപ്പുകളില്ലേ? മതപരമായി വേണോ വേണ്ടേ? നമ്മളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനാ തലത്തിൽ സലഫി, ജമാഅത്ത്, സുന്നി, മുജാഹിദ് ഒക്കെ ഉണ്ടല്ലോ. വൈവാഹിക ബന്ധങ്ങൾ ആലോചിക്കുമ്പോൾ ആള് ഇന്ന പാർട്ടിക്കാരനാണ്, നമ്മളായിട്ട് ശരിയാവൂല എന്നുള്ളൊരു അകൽച്ച, ഒരു മാറ്റി നിർത്തലില്ലേ? ഇതൊക്കെ നമ്മുടെ മുൻകാല ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു പോയത്. ഇത് ക്രൈസ്തവ സമൂഹത്തിലും സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പാതിരിമാരിലും മുസ്ലിം പാതിരിമാരിലും. നിങ്ങൾ ജൂത സൈനിസം എന്ന് കേട്ടിട്ടുണ്ടോ? ജൂത സൈനിസം എന്ന് പറഞ്ഞാൽ അതിതീവ്രമാണ്. ജൂതന്മാരല്ലാത്ത ബാക്കി ഒന്നിനെയും അംഗീകരിക്കാത്തവരാണ് ജൂത സൈനിസം എന്ന് പറയുന്നത്. ക്രൈസ്തവ സൈനിസം എന്ന് കേട്ടിട്ടുണ്ടോ? ഇവാഞ്ചലിസ്റ്റുകൾ, തീവ്ര ക്രിസ്ത്യാനികൾ, അവർ അവരെ മാത്രമേ അംഗീകരിക്കൂ എന്നാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് സൈനിസ്റ്റ് മുസ്ലിങ്ങളുമുണ്ട് എന്നാണ്. ഇതൊരു മതത്തിന്റെ കുഴപ്പമല്ല, അവർ ഉൾക്കണ്ട അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ കുഴപ്പമാണ്. നമ്മളല്ലാത്ത വേറെ എല്ലാവരെയും മാറ്റി നിർത്തുന്ന, ഉൾക്കൊള്ളാനാകാത്ത ഉള്ളിന്റെ ഉള്ളിലെ ഒരു വംശീയ ബോധം, ഞാൻ മാത്രം ശരി, ഇതൊരു പൈശാചികതയാണ്. ഇബ്ലീസിന് പറ്റിയത് അതാണല്ലോ. ഞാൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നീ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാനും നീയും തമ്മിലൊരു അകലം. ഇത് മനുഷ്യന്മാരായ നമുക്കെല്ലാവർക്കും ജാതി മതങ്ങൾക്ക് അതീതമായി സംഭവിച്ച ഒരു പൈശാചികമായ ബോധമാണ്. ഇവിടെയാണ് നമ്മുടെ ഈമാനിക ബോധമുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ ആ കാലഘട്ടത്തിലെ ഖുറൈശി സമൂഹം ഗോത്രത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ പോരി വിളിച്ചവരെ ഒന്നാക്കി മാറ്റിയത്. അവിടെ ഏറ്റവും അടുത്ത് വന്നുകൊണ്ട് പിലായിന് സ്ഥാനം കിട്ടിയത്. കറുത്തവനും വെളുത്തവനുമല്ല, തഖ്വ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ദൈവബോധമാണ് നമുക്ക് ഔന്നിത്യം നൽകുന്നത് എന്ന് പഠിക്കുന്നു. ഇത് നമുക്ക് നിലനിർത്താൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, പരസ്പരമുള്ള നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ വെറുപ്പ് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളുടെ സ്ഥിതിയാണ്, നമ്മുടെ പൈശാചികതയാണ്. പോപ്പ് തന്നെ പറയുന്നുണ്ടല്ലോ, ഒരിക്കൽ പോപ്പ് പറഞ്ഞില്ലേ, ദൈവം സ്നേഹമാണ്, പരസ്പരം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആ സ്നേഹത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഏത് സ്നേഹത്തിലേക്ക്? ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് എത്താൻ കഴിയും. വലിയൊരു സന്ദേശമാണ്, നമുക്കതിന് കഴിയണം. പോപ്പുകൾ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ പകർന്നു വെച്ച ആ സന്ദേശം നമ്മൾ ഏറ്റെടുക്കണം. നമ്മളിലൂടെ പോപ്പ് അനുസ്മരിക്കപ്പെടണം എന്നല്ല എനിക്ക് എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരോട് പറയുവാനുള്ളത്. പോപ്പിനെ നിങ്ങൾ ജീവിതത്തിലൂടെ നിങ്ങൾ നിദർശനമായി മാറണം, ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കണം, അടയാളപ്പെടുത്തണം. പരസ്പരമുള്ള വിദ്വേഷങ്ങൾ, അകൽച്ചകൾ മാറ്റി നിർത്തണം. പരസ്പരം അടുക്കാൻ, അറിയാൻ അടിസ്ഥാനപരമായ ദൈവികമായ ഏകത ഒന്നിൽ നിന്നാണ് നമ്മളിലേക്ക് വന്ന പ്രവാചകന്മാരുടെ സന്ദേശം ഒന്ന്. നമ്മൾ മനുഷ്യനൊന്ന്, ദൈവമൊന്ന്. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറാൻ വെറും ഒരു താൽക്കാലികമായ പ്രഹസനങ്ങൾക്കപ്പുറം, ഒരു അനുസ്മരണത്തിനപ്പുറം പോപ്പ് പകർന്നു നൽകിയ സ്നേഹം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ നന്മക്കായി നിലകൊള്ളാൻ, എല്ലാവരും പോപ്പായി മാറാൻ
എനിക്ക് എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർ, നിങ്ങൾ ജീവിക്കുന്ന മാതൃകകളായി മാറാൻ കഴിയേണ്ടത് പരസ്പര വിദ്വേഷങ്ങൾ മാറ്റി സ്നേഹത്തോടുകൂടി ഇസ്ലാം വഴി തുറന്നിടുകയാണ്. ഇസ്ലാം സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളാണ് മുസ്ലിം സമൂഹവുമായി അടുത്തു നിൽക്കേണ്ടവർ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു തന്നെ, ദൈവം തന്നെ സ്നേഹവും കൃപയും കാരുണ്യവും നിക്ഷേപിച്ചത് ഈ ഒരു മാനുഷികമായ മാനവികത നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വംശീയതയുടെ വലിയ നിങ്ങൾ കുരിശുയുദ്ധങ്ങളെ പഠിച്ചിട്ടുണ്ടോ? അതിനൊരു രാഷ്ട്രീയമുണ്ട്. സാമ്രാജ്യത്വത്തിനെ അനുകൂലിക്കുന്ന മതം ക്രൈസ്തവതയാണ് എങ്കിൽ പോലും ക്രൈസ്തവ മൂല്യങ്ങൾക്കും ധർമ്മങ്ങൾക്കും എതിരാണ് സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയ അജണ്ട. അത് സ്വാർത്ഥതയുടേതാണ്, യുദ്ധക്കൊതിയുടേതാണ്, ആയുധ വിൽപ്പനയുടെ ലാഭത്തിൻ്റെതാണ്. കുരിശ് യുദ്ധത്തിൽ പോലും ഈ ഒരു സാമ്രാജ്യത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനൊരു മതകീയമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ മതസമൂഹങ്ങളിലും സംഭവിച്ചു പോയ ചില സ്ഖലിതങ്ങൾ, അബദ്ധങ്ങൾ, തെറ്റുകൾ നമ്മൾ പരസ്പരം അകലാൻ കാരണമായിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഒന്നിച്ചേരുന്ന അനിവാര്യതയിലേക്ക് സൈനിസം പോലെ, ജൂദായിസം പോലെ ലോകത്തെ കാർന്നു തിന്നുന്ന, ലോകതലത്തിൽ തന്നെ സൈനിസം മനുഷ്യനെ കാർന്നു തിന്നുമ്പോൾ, ഇന്ത്യയിലെ ഫാസിസം പോലെ മനുഷ്യന്റെ നന്മകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിക്കുവാൻ ഇവിടുത്തെ ക്രൈസ്തവർക്ക് കഴിയേണ്ടതുണ്ട്, ഇവിടുത്തെ ഹൈന്ദവർക്ക് കഴിയേണ്ടതുണ്ട്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരിച്ചപ്പോൾ നൽകുന്ന ജീവിത സന്ദേശം, അദ്ദേഹം മരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആ നന്മകൾ അവസാനിക്കുകയല്ല. അദ്ദേഹത്തിന്റെ നന്മകൾ ശേഷിക്കുന്നവരിലൂടെ, അവശേഷിക്കുന്നവരിലൂടെ, അവരുടെ അനുയായികളിലൂടെ ജീവിക്കുകയാണ്. എന്നുമെന്നും ലോകത്തിന് മാതൃകയായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണമെന്ന് ഇവിടെയുള്ള ക്രൈസ്തവ സഹോദരന്മാരോട്, ഇവിടെയുള്ള എല്ലാ മതസമൂഹങ്ങളോടും ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. കാര്യങ്ങളെ